അപ്പോൾ രഞ്ജേട്ട, ജനാർദ്ദൻ ചേട്ട, സോമേട്ടനുമായിട്ട് ആത്മബന്ധമുള്ള ഒരാളെ കൂടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു 3 പതിറ്റാണ്ടിലധികമായി മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ പ്രതിനായകനായും ക്യാരക്ടർ റോളുകൾ ചെയ്തുമെല്ലാം നമ്മളോടൊപ്പം നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു നടൻ ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സാദിഖ്. സാദിഖ, നമസ്കാരം, സ്വാഗതം, ഇരിക്കും. താങ്ക് യു. സാദിഖയോടൊരു ചോദ്യം. ഞാനിപ്പോ 3 പതിറ്റാണ്ടിലധികമായി എന്നാണ് ആമുഖത്തിൽ പറഞ്ഞത്. അതിൽ കൂടുതലായി എന്നാണ് എന്റെ വിശ്വാസം. 3 പതിറ്റാണ്ട് കഴിഞ്ഞു. 1.5 പതിറ്റാണ്ട്. ഈ ഇടയ്ക്ക് തൃശ്ശൂർ ഒരു വലിയ സ്വീകരണോ എത്രയോ വാർഷികാഘോഷം ഉണ്ടായിരുന്നല്ലോ. 25-ാം വർഷത്തിന്റെ ആഘോഷമായിരുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ലേ? 25 വർഷങ്ങൾ സിനിമയിൽ എത്രയോ കഥാപാത്രങ്ങൾ. സോമേട്ടനുമായിട്ട് ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. ഏറ്റവും പെട്ടെന്ന് ഓർമ്മ ചന്ദ്രലേഖ ഉൾപ്പെടെയുള്ള കോമഡി സിനിമകളിലുണ്ട്. ലേലം പോലുള്ള, വർണ്ണപ്പകിട്ട് പോലുള്ള ഒരുപാട് സിനിമകളിലുണ്ട്. രജപുത്രൻ, അങ്ങനെ കുറെ സിനിമകളുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം, ഞാൻ സത്യത്തിൽ സോമേട്ടനെ നേരത്തെ ഒരു പടത്തിൽ വർക്ക് ചെയ്തതിന്റെ പക്ഷെ ഒരുമിച്ച് സീൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ പടം റിലീസായില്ല. സോമേട്ടനെ ശരിക്കും അടുത്ത് പരിചയപ്പെടുന്നതും കാണുന്നതും ജെ.സി. സാർ ഡയറക്ട് ചെയ്ത മോഹപക്ഷികൾ എന്ന സീരിയലാണ്. വളരെ ജനകീയമായിട്ടുള്ള പരമ്പര. അപ്പൊ എനിക്ക് ജെ.സി. സാറ് ഡയറക്ട് ചെയ്യുന്ന ഒരു സീരിയലുണ്ട്. അപ്പൊ അതിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഓക്കെ എന്ന് പറഞ്ഞു. ലൊക്കേഷൻ 93-94 ആ സമയങ്ങളിലാണ്. അപ്പം ആ സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ അച്ഛൻ, അതായത് സോമേട്ടൻ്റെ മകനായിട്ട് ഞാൻ അഭിനയിക്കുന്നത്. എൻ്റെ ഭാര്യ ശാന്തികൃഷ്ണനാണ്, സുഹൃത്ത് സായികുമാറാണ്. വൻ പുലികളുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോഴാണ് എനിക്കറിയുന്നത്. എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ സോമേട്ടനായിട്ടുള്ള സീക്വൻസ് ആയിട്ടില്ല. അപ്പോൾ എൻ്റെ സിസ്റ്ററുടെ മാരേജ് കഴിഞ്ഞ് ഞാൻ അന്നത്തെ ദിവസം അവിടെ തൃശ്ശൂർ അവിടെ കുറച്ച് ലേറ്റായി എല്ലാ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ സോമേട്ടനായുള്ള സീൻ വെച്ചിരിക്കുകയാണ്. എനിക്ക് ടൈമിനെത്താൻ പറ്റിയില്ല. ഫസ്റ്റ് ദിവസം തന്നെ സോമേട്ടനായുള്ള സീൻ എടുക്കാൻ പറ്റണ്ടേ. അപ്പം ഞാൻ കാണാം. അപ്പം എന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പിന്നെ വെപ്രാളപ്പെട്ട് അവിടുന്ന് നേരെ വണ്ടി എടുത്ത് നേരെ ലൊക്കേഷൻ എത്തിയപ്പം ജയസാർ പറഞ്ഞു, സോമു ഭയങ്കര ചൂടിലാണ്, എന്നെ കാണാണ്ടായപ്പോൾ പുള്ളി ഇറങ്ങിപ്പോയി, എന്താണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനാകെ ടെൻഷൻ അടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോഴത്തേനും വന്നാൽ ഒരു കാര്യം സാധിക്കും, മേക്കപ്പ് ചെയ്തോ, പുള്ളി വരും എന്നൊക്കെ പറഞ്ഞ് കുറേ കഴിഞ്ഞപ്പം ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ സൈഡിലൂടെ പുള്ളി പാസ് ചെയ്യുന്നു. പുള്ളി പറയും, ചിലവന്മാർക്കൊരു ധാരണയുണ്ട്, ഈ ഞങ്ങളൊക്കെ പോലുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യട്ടേന്ന്. അറിയാത്ത കാര്യം. അപ്പം ഞാൻ ചെന്ന് കുറേ സോറി പറഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞ് കുറേ മൂളി വേറൊന്നും പറഞ്ഞൊന്നുമില്ല. പുള്ളി ഭയങ്കര ചൂടില് സീൻ കൊണ്ടു തന്നപ്പോഴാണ് ഞാൻ ഒന്നും കൂടെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം ഫുൾ പെർഫോം ചെയ്യേണ്ടതും അതുപോലെ ഇമോഷൻ സീനും സോമേട്ടനെ കെട്ടിപ്പിടിച്ച് ഒരു കൺഫസിങ് നടത്തുന്ന സംഭവമാണ് സോമേട്ടനായിട്ട്. ഞാനത് എൻ്റെ അമ്മോ, ഞാൻ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് സംഭവം ചെയ്തു. സീൻ ഗംഭീരമായി, ജയസാർ നന്നായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സോമേട്ടൻ കൊള്ളാടാ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോവുകയും ചെയ്തു. അന്ന് ആ സീൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ സോമേട്ടനായിട്ട് ഭയങ്കര ബന്ധമാണ്. എവിടെ ലൊക്കേഷൻ ഞാനുണ്ടെന്ന് പറഞ്ഞാൽ വന്നില്ല, എന്നോട് വരാൻ പറ. പിന്നെ സോമേട്ടൻ്റെ കൂടെ നമ്മളിങ്ങനെ നിൽക്കണം. ഒന്നിനല്ല, പുള്ളിക്ക് അങ്ങനെ ഒരു ഇഷ്ടമാണത്. ഇപ്പോൾ നമ്മൾ ചന്ദ്രലേഖ ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് മദ്രാസിൽ പുള്ളി 2nd ഫ്ലോറിലോ 3rd ഫ്ലോറിലോ ആയിരിക്കും. ഞാൻ 8th or 9th വിളിക്കും, ഇൻ്റർകോമിൽ വിളിക്കും, എടാ ഇങ്ങ് വന്നേ. ഞാൻ എന്ത് സോമേട്ടാ, നീ വാ എന്ന് പറയും. ചെന്ന് ഞാൻ റൂമിൽ ചെന്ന് ആ ഡ്രോ തുറന്ന് കുപ്പി നിർത്തി ആ ഗ്ലാസ് നിർത്തി വെച്ച് ഇതിനെ വിളിപ്പിച്ചത്. ഇവിടെ എടുക്കാൻ വേണ്ടി 9ാം നില നാളെ വിളിച്ചു നീ അവിടെ ഇരി എന്ന് പറഞ്ഞ് പുള്ളിക്ക് എന്താ വെച്ചാൽ എപ്പോഴും ആരെങ്കിലും വേണം. അത് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ വേണമെന്നുള്ള വളരെ നിർബന്ധം. അതുപോലെ അത്രയും ആത്മബന്ധമായിരുന്നു. രാത്രിയില് മദ്രാസില് ഷൂട്ടിനോ ഡബിനോ ഒക്കെ വന്നു കഴിഞ്ഞാല് നമ്മളവിടെ ഉണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ വിളിക്കും. അന്ന് സോമേട്ടൻ ഒന്നിൽ രഞ്ജിത്തിൽ അല്ലെങ്കിൽ ടാജ് കൊണ്ണിമിറയിലാണ് ഒരു സ്ഥിരം, അല്ലെങ്കിൽ വുഡ്ലാൻഡ്സിലാണ് കുഴപ്പമില്ല. എല്ലാ മുറികളിലും ആരെങ്കിലും, അതൊരു സ്റ്റുഡിയോ പോലെയാണ്. മലയാള സിനിമയിലെ ആരെങ്കിലും ഒരു സമ്മേളനം കൂടാനുള്ള ആളുകൾ എപ്പോഴും ആ ഹോട്ടലിൽ, അവിടെയും പാം ഗ്രൂവിൽ ഉണ്ടാവും. രഞ്ജിത്തിൽ അങ്ങനെ അധികമില്ല. കൊണ്ണിമേറയിലാണ് കിടക്കുന്നതെങ്കിൽ തന്നെ കിടക്കാൻ പേടിയാ. രാത്രിയാകുമ്പോൾ വിളിക്കും, എടാ വണ്ടി വല്ലതും ഉണ്ടോ? ഇല്ല, എന്നാൽ നീ ഒരു ഓട്ടോ പിടിച്ചു വാ, നമ്മളവിടെ പോയി രാത്രി കിടക്കണം, രാവിലെ എഴുന്നേറ്റ് പോകണം.
രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റത്തില്ല. സോമേട്ടൻ അല്ലേ? ഒന്നുകിൽ എന്നെ വിളിക്കും, അല്ലെങ്കിൽ ജയരാജിനെ വിളിക്കും, അല്ലെങ്കിൽ രഞ്ജിത്തിനെ വിളിക്കും, ആരെങ്കിലും വിളിക്കും. ഞങ്ങളുടെ ആ ജനറേഷനിലുള്ള ആരെങ്കിലും ഒരാളെ ഒരു തുണ വേണം രാത്രിയിൽ. അല്ല, ഞാൻ എന്നോട് ഈ മുകേഷ് ചേട്ടൻ പറഞ്ഞ് കേട്ട ഉറപ്പല്ല, അദ്ദേഹം ഈ അന്നത്തെ ട്രെയിൻ യാത്ര ഉണ്ടല്ലോ ജനാചേട്ടൻ, നിങ്ങളെല്ലാവരും ഈ മദ്രാസിന് പോക്കും വരവും എന്ന് പറയുന്നത് ഈ ആ ട്രെയിനിന്റെ ഒരു വലിയ, അത് ഭയങ്കര യാത്ര കേട്ടോ അത്. അപ്പൊ സോമേട്ടൻ അന്ന് ഈ ട്രെയിനിൽ അദ്ദേഹത്തിന് കാല് വെക്കാനും നീർന്നിരിക്കാനും കാര്യത്തിനൊക്കെ ഉള്ള ഒരു ഫർണിച്ചർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തുന്ന സമയത്ത് ഒരു മരം പണിയുന്ന ആളെ ആശാരിയെ കൊണ്ടുവന്നിട്ട് ട്രെയിനിന്റെ സീറ്റിന്റെ അളവും കാര്യങ്ങളും അതും ഇതൊക്കെ കൃത്യമായിട്ട് എടുപ്പിച്ചിട്ട് വിജാവിരിയൊക്കെ വെച്ചിട്ട് ഇത് ട്രെയിനിൽ കയറ്റി വെച്ചാൽ ആ ട്രെയിനിന്റെ കറക്റ്റ് സെറ്റപ്പിലൊരു ഫർണിച്ചർ, ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനിന്റെ അളവിന് പുറത്ത് പണിതൊരു ഫർണിച്ചർ ഉണ്ടാക്കി ട്രെയിനിൽ കയറ്റിയിട്ടുള്ള ആളാണ് എന്ന്. അതൊക്കെ എന്തൊരു കഥകളാ. ആ